ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മിനറലാണ് കാൽഷ്യം. പലപ്പോഴും നമ്മുടെ ബോൺസ് ടീത്തിനൊക്കെ സ്ട്രെങ്ത് നൽകാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കാൽഷ്യം തന്നെയാണ്. എന്നാൽ നമുക്ക് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ചിന്തകളൊന്നും കാൽഷ്യത്തെ പറ്റിയില്ല. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ പലപ്പോഴും കാൽഷ്യം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കാറ്. നമ്മളെ സംബന്ധിച്ച് പല്ല് ആടിയിരുന്നാലും വെളുത്തിരുന്നാൽ മതി എന്നാണ്. കാരണം പല്ല് വിളക്കണമെന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. അതെ, പരസ്യക്കാർ തന്നെയാണ്. ഒരു ബ്രഷിൽ ഇത്രത്തോളം പേസ്റ്റ് വെക്കണമെന്ന് പഠിപ്പിച്ച അതേ പരസ്യക്കാർ തന്നെയാണ് പല്ല് വെളുത്തിരിക്കണമെന്ന് പഠിപ്പിച്ചത്. യഥാർത്ഥത്തിൽ പല്ലിൻ്റെ ഒരു കളറുണ്ട്. പക്ഷേ പല്ലിൻ്റെ സ്ട്രെങ്തിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. ആ പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ സ്ട്രെങ്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാൽഷ്യം. കാൽഷ്യം എത്ര വേണമെന്ന് ചോദിച്ചാൽ RD റെക്കമെൻഡ് ഡെയിലി അലവൻസ് അനുസരിച്ച് ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ച് 1000 മില്ലിഗ്രാം പെർ ഡേ എങ്കിലും ബേസിക്കലി വേണം. അവിടെ 1350 വയസ്സ് കഴിഞ്ഞാൽ 1300 അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ തന്നെയും അതിൽ കൂടുതൽ കാൽഷ്യം റിക്വയർമെന്റ് വേണ്ടതുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത്രയും കാൽഷ്യം ലഭിക്കാറില്ല. നോർമലി നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും കാൽഷ്യം ലഭിക്കാറുണ്ട്. മിൽക്ക്, കേർഡൊക്കെ തന്നെയും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കാൽഷ്യം അടങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ടയിൽ ഏകദേശം 25 മുതൽ 30 ഗ്രാം കാൽഷ്യം മാത്രമാണ് അടങ്ങിയിട്ടുള്ളത്. ശരാശരി നമ്മൾ റിക്വയർമെന്റ് മീറ്റ് ചെയ്യണമെങ്കിൽ 30-ലധികം മുട്ട നമ്മൾ ഒരു ദിവസം കഴിക്കേണ്ടി വരും. അവിടെ അത്രയൊന്നും സാധാരണക്കാരെ കൊണ്ട് കഴിക്കാൻ കഴിയില്ല എന്നുള്ള വേറെ സത്യം. മാത്രമല്ല കാൽഷ്യം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുകയും വേണം. എക്സസ് കാൽഷ്യം ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകും, അതുപോലെ കിഡ്നി സ്റ്റോൺ പോലത്തെ പ്രശ്നം ഉണ്ടാവും, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. അപ്പോൾ കാൽഷ്യം അതിൻ്റെ കൃത്യമായ അളവിൽ തന്നെ ആയിരിക്കണം കാൽഷ്യം കഴിക്കേണ്ടത്. ഞാൻ യൂഷ്വലി കാൽഷ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഹെർബാലൈഫിൻ്റെ കാൽഷ്യമാണ്. കാരണം അതിന് ഏകദേശം ഒരു സപ്ലിമെൻറ്റ് 400 മില്ലിഗ്രാം കാൽഷ്യം കിട്ടുന്നുണ്ട് ഒരു ദിവസത്തേക്ക്. അപ്പോൾ അതൊരു ഹെൽത്തി ചോയ്സ് ആണ്. മാത്രമല്ല അത് ഫുഡ് സപ്ലിമെൻ്റ് ആണ്. പലപ്പോഴും സപ്ലിമെൻറ്റ്സ് നമുക്ക് മെഡിസിൻ രൂപേണ കിട്ടാറുണ്ട്, ഫുഡ് സപ്ലിമെൻറ്റ് കിട്ടാറുണ്ട്. ഫുഡ് സപ്ലിമെൻ്റ് ആണ് ആക്ച്വലി ഒരു ഹെൽത്തി ചോയ്സ്. അപ്പോൾ ഒരു 400 മില്ലിഗ്രാം കാൽഷ്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മൾ നോർമൽ ഫുഡിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.